എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കർശനമാക്കും. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ പുതിയ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്ത് വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചത്. 29 രൂപ കൂട്ടി 14 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് കേരളത്തിൽ ശരാശരി വില 951 രൂപ കടന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കടുത്ത നീക്കവുമായി കേന്ദ്ര സർക്കാർ വീണ്ടും വന്നിരിക്കുകയാണ്. ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സബ്സിഡി ലഭിക്കുന്ന സിലിണ്ടറുകളുടെ എണ്ണം 4 വെട്ടിക്കുറച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ കടുത്ത തീരുമാനം വന്നിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഗ്യാസ് സിലിണ്ടറിന്റെ വില 400 രൂപക്ക് താഴെയും എല്ലാവർക്കും സബ്സിഡി ലഭിക്കുന്ന രീതിയിലുമായിരുന്നു. അത് പിന്നീട് നിർത്തലാക്കുകയും രാജ്യത്തെ പാവപ്പെട്ടവർക്ക് സബ്സിഡി പ്രകാരം ഗ്യാസ് സിലിണ്ടറുകൾ നൽകാനാണ് എന്ന് പറയുകയും ഉജ്ജൽ യോജന പദ്ധതി വർഷങ്ങൾക്ക് ശേഷം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം രാജ്യത്ത് 9 കോടിയോളം ആളുകൾക്കാണ് ഉജ്ജൽ യോജന കണക്ഷൻ ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ 200 രൂപയായിരുന്നു സബ്സിഡി നൽകിയിരുന്നത്. ആ ഒരു സമയമായപ്പോഴേക്കും 1000 രൂപ സിലിണ്ടറിന് കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി 300 രൂപ സിലിണ്ടറിന് കുറച്ചപ്പോഴാണ് 700 ശരാശരി വിലയിലേക്ക് എത്തിയത്. ആ സമയത്ത് 200 രൂപ സബ്സിഡി കൂടി ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ 500 രൂപ 550 രൂപക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ഇവർക്ക് ലഭിച്ചിരുന്നു. ഇങ്ങനെ വർഷത്തിൽ 12 സിലിണ്ടർ ആയിരുന്നു അന്ന് ലഭിച്ചത്. പിന്നീട് അത് വെട്ടിക്കുറച്ച് 10 ആക്കി. ഇപ്പോഴിതാ വീണ്ടും വെട്ടിക്കുറച്ച് 4 ആക്കിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് സബ്സിഡി 200 രൂപ എന്നുള്ളത് 300 ആക്കുകയും ചെയ്തിരുന്നു. നിലവിൽ 300 രൂപ സബ്സിഡി പ്രകാരം ഇനി 4 സിലിണ്ടറുകൾ മാത്രമാണ് ഉജ്ജൽ യോജന കണക്ഷൻ ഉള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് ലഭിക്കുക. ഇത് കൂടാതെയുള്ള കർശനമായിട്ടുള്ള നടപടികളും തുടരുകയാണ്. വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ നമുക്കെല്ലാം ഇപ്പോൾ ഈ ഒരു ഗ്യാസ് ലഭിക്കുന്നതിന് വലിയ താമസമാണുള്ളത്. നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമാണ് ഇപ്പോൾ ബുക്കിംഗ് ഇടവേളയുള്ളത്. നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാസ് വീണ്ടും ബുക്ക് ചെയ്യുന്നതിന് 45 ദിവസം ഗ്രാമപ്രദേശങ്ങളിൽ എടുക്കണം. ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25 ദിവസവും കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു നിബന്ധന ഇപ്പോഴും തുടരുകയാണ്. KYC ചെയ്യാത്തവർക്ക് ജൂൺ മാസം മുതൽ ഗ്യാസ് ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. എത്രത്തോളം കൃത്യമാണ് എന്നറിയില്ല. അപ്പോൾ അത് ചെയ്യാത്ത ആളുകൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് കഴിയുന്നതാണ്. അതാത് ഗ്യാസ് ഏജൻസിയുടെ സൈറ്റിൽ കയറിയിട്ടും സാധിക്കും. ഇനി അതല്ല, അതാത് ഗ്യാസ് ഏജൻസികളുടെ മൊബൈൽ ആപ്പിലൂടെയും സാധിക്കുന്നതാണ്. അതിനു പുറമെ ഗ്യാസ് ഏജൻസിയിൽ എത്തിയാലും ഈ KYC നടപടി പൂർത്തീകരിക്കാം. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് KYC പൂർത്തീകരിക്കേണ്ടത്. ഇനി ആ ആൾ സ്ഥലത്തില്ല എങ്കിലോ കിടപ്പ് രോഗികളാണ് എങ്കിലോ ആ കാർഡിലെ അവർ ഉൾപ്പെട്ട റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുകയും അവർ KYC പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന ആളുകൾ KYC ചെയ്യാത്തവർക്ക് കഴിഞ്ഞ മാസം മുതൽ തന്നെ ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നില്ല. അപ്പോൾ സബ്സിഡി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു KYC നടപടി അവരും ചെയ്യണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പൈപ്പ് ലൈനിലൂടെ PNG ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം LPG കണക്ഷൻ ഉള്ളവർ അതിലേക്ക് മാറുകയും LPG സിലിണ്ടർ തിരിച്ച് ഏൽപ്പിക്കുകയും വേണം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ ഗ്യാസ് ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം നോട്ടീസ് ലഭിക്കുകയോ മെസ്സേജ് വരികയോ ചെയ്യും. അത് വന്നതിന് ശേഷവും 15 ദിവസത്തിനകം തിരിച്ചേൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് റദ്ദാക്കുകയും പിന്നീട് ഫൈൻ അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. 2 കണക്ഷൻ ഉള്ള ആളുകൾ റദ്ദാക്കുകയും LPG കണക്ഷൻ നമുക്ക് വീട്ടിലേക്ക് ലഭ്യമാണ് എങ്കിൽ അത് കണക്ഷൻ എടുത്ത് LPG കണക്ഷൻ റദ്ദാക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും ബൈ.